ജാർഖണ്ഡിൽ ഇഫ്താറിന് ചോറുള്ള പള്ളി ഉണ്ടോ നോക്കി പോയെങ്കിൽ നമുക്ക് ഇതുവരെ കിട്ടിയില്ലേന്. അപ്പൊ ഇന്നത്തെ പോക്ക് എന്നുള്ളത് ഇഫ്താറിന് ചോറ് തിന്നാനാണ്. ഇനിയിപ്പോ ഞാൻ ഒറ്റക്കാന്ന് വിചാരിക്കണ്ട, ഇവരെല്ലാരും ഉണ്ടെന്ന്. കൂടെ പഠിക്കുന്ന ഡോക്ടർ ഫൈസിന്റെ വീട്ടിലേക്കായിരുന്നു ഇന്നത്തെ പോക്ക്. ഇഫ്താറിനെങ്കിലും ടൈമിന് എത്തണം എന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് നേരം വൈകിയോണ്ട് ഓനിങ്ങനെ അന്തം വിട്ട് നിൽക്കേനി. എന്തായാലും എണ്ണക്കടികളും ഫ്രൂട്ട്സും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മളൊന്നും നോക്കില്ല, ഒറ്റ ഇരുത്തായിരുന്നു. നമ്മൾ പരിഷ്കാരികളായതുകൊണ്ട് എവിടെ പോലെ ഒരു കീസും കൊണ്ടേ പോകുള്ളൂ, അത് കൊടുക്കണാണ് നിങ്ങൾ കാണുന്നത്. അപ്പോഴാണ് അവന്റെ വാപ്പ പറഞ്ഞത് ബാങ്ക് കൊടുക്കുന്ന അകത്ത് കേൾക്കൂല, പുറത്ത് നിന്നാലേ കേൾക്കുള്ളൂ. കുറെ വീട്ടിലുള്ള പ്രശ്നമാണ് ഇതെന്ന്. പിന്നെ എല്ലാരും ബാങ്ക് കൊടുക്കാനും വേണ്ടി കാത്തുക്കലേനി. അങ്ങനെ ബാങ്ക് വിളി കൊടുത്തതിന് ശേഷം ഫുൾ അറ്റാക്ക് ആയിരുന്നു. നാട്ടിൽ കിട്ടാത്ത സൈസിലുള്ള പലഹാരങ്ങളായിരുന്നു ഇവിടെ ഫുള്ള്. ഞാനിരുന്നിന് അവന്റെ വീട്ടിലേക്ക് വിരുന്നിന് അവന്റെ കസിന്റെ ഒപ്പരായിരുന്നു. എല്ലാവരും തിന്നാനിരിക്കുമ്പോൾ നിങ്ങൾ മക്കളെപ്പോഴേ ഇരിക്കാവുള്ളൂ. അതാകുമ്പോൾ ഇങ്ങനെ ഓരോന്നും ചോദിച്ചും ചെയ്യും. പെട്ടെന്ന് പോലെ പള്ളിയിൽ നിന്ന് അറിയും, ബാക്കിയുള്ള നമുക്ക് കഴിക്കും ചെയ്യാം. അങ്ങനെ പിന്നെ നേരെ മഗ്‌രിബ് നിസ്കരിക്കാനും വേണ്ടി പള്ളിയിൽ പോയി. പള്ളിയിലെത്തിയപ്പോൾ എല്ലാവരും നമ്മളെ നോക്കിയിട്ട് പുതിയ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കേനി. ഈ പാഹന്മാരോട് തിരിച്ചു വന്നിട്ട് ബാക്കി തിന്നാന്ന് പറഞ്ഞ് പോയാണെങ്കിലും വന്നപ്പോൾ തിന്നൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. സ്നാക്സ് മര്യാദയ്ക്ക് തിന്നാൻ കഴിയാത്ത വിഷമത്തിൽ നമ്മൾ ഇനി മെയിൻ കോഴ്സ് പിടിക്കാന്ന് വിചാരിച്ച് ഫസ്റ്റ് പേരറിയാത്ത എന്തോ റൊട്ടി പോലുള്ള സാധനം ചിക്കൻ കറി ആയിനി. അത് കഴിഞ്ഞിട്ട് നല്ല പോത്ത് ബിരിയാണിയും. നമ്മൾ പിന്നെ അങ്ങനെ തിന്നൊന്നല്ല, ചെക്കൻ നിർബന്ധിക്കുമ്പോൾ ഇങ്ങനെ തിന്നണ്ടേ. ഈ പെണ്ണുങ്ങൾ തിന്നുമ്പോൾ എന്തിനാണ് മുഖത്ത് കൈ പിടിക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഓരോരോ പാഷനായി. അങ്ങനെ തിന്നു കഴിഞ്ഞതിന് ശേഷം ഭൂലോക തള്ള ഇനി മക്കളോട്. എന്തായാലും ഇനി ആരെങ്കിലും ജാർഖണ്ഡിൽ ഇഫ്താർ വെക്കണ്ടേ നമ്മളെ വിളിച്ചാൽ മതിയെന്ന്. കൂട്ടായിട്ടും ഒറ്റക്കൊക്കെ വന്നിട്ട് പരിപാടി നമ്മൾ ഗംഭീരാക്കി കൊടുക്കുന്നേ. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും.